ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ ഒരു ലിറ്റിൽ ഏഞ്ചലും കൂടി ഒരു ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി. ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ല എവിടെ പോകണമെന്ന്. കാരണം ഞങ്ങൾക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നൊരു പ്ലാനായിരുന്നു. അപ്പോൾ വരുന്ന ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് വണ്ടിയിലിരുന്ന് കാണാം. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ സ്വത്ത് ഉറങ്ങുകയാണ്. ഞങ്ങളുടെ സ്വത്ത് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിർത്തതായിരുന്നു. പക്ഷെ ഇതുവരെ കറക്റ്റായി. അപ്പോൾ ഞങ്ങൾ ലുലു മോളിൽ ഞങ്ങൾക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മലമ്പുഴയിൽ പോവാം, പിന്നെ റിസോർട്ടിൽ പോവാന്നൊക്കെ. പക്ഷെ ബേബീനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്ച്വലി പോസിബിൾ ആൻഡ് സേഫ്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പാലക്കാട് അറിയാലോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവളെയും കൊണ്ട് പോകാൻ ഇപ്പോൾ പറ്റിയ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് പാലക്കാട് ലുലു ആണ്. അപ്പോൾ അങ്ങനെ ലുലുവിലേക്ക് ഇറങ്ങി. ഇപ്പോൾ പിന്നെ അറിയില്ല, വെയിലൊന്ന് താഴ്ന്നു കഴിഞ്ഞാൽ മേ ബി നമുക്ക് വേറെയും പ്രോഗ്രാംസ് വരും. സോ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു പ്രോഗ്രാം, എവിടെ വേണമെങ്കിലും പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു തോട്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി വേണ്ട, നമുക്ക് ഫണ്ടൂരയിൽ പോവാം. കൊച്ചിൻ്റെ ഓക്കെ, കുട്ടി അങ്ങനെ പോകാനൊന്നും ആയിട്ടില്ല, എന്നാലും ചുമ്മാ ഒന്ന് അവൾക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ആള് അവിടെ എത്തുമ്പോൾ ഇനി എന്താവും അറിയില്ല. പണ്ടൂരയിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്തായിരിക്കും. ഞാൻ ഇതുവരെ കൊച്ചി പണ്ടൂരിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പാലക്കാട് പണ്ടൂരയിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷം എനിക്ക് കാണാം. ഫണ്ടൂരയിൽ അങ്ങനെ എത്ര ചെറിയ കുട്ടിക്കൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി വി വെന്റ് ടു ലുലു ഫാഷൻ ഫോർ പർച്ചേസിങ് സം ഡ്രസ്സസ്. എനിക്കും കുഞ്ഞിനും വേണമായിരുന്നു. കോട്ടൺ ആണോ അത്? അത് ഈ ജബ്ലാസ് ഒക്കെ പോലത്തെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ചൂടല്ലേ വരാൻ പോണ കമർ ക്ലോത്ത്സ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അവൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ജംപ് സ്യൂട്ട്സ്, അങ്ങനത്തെ ജബ്ലാസ് അങ്ങനത്തെ ഉള്ളത്. അത് അത്രയും ചെറിയ കുട്ടിയല്ലേ. സോ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അവർ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ബേബിക്കുള്ള കുറച്ച് ഡ്രസ്സ് കുറച്ച് എടുക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഗ്രോ ആവുന്നതുകൊണ്ട് നമുക്ക് ഇനി വന്നെടുക്കാമല്ലോ. അപ്പോൾ ബേബിക്കുള്ള കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എൻ്റെ സെക്ഷൻ. ഞാൻ പോയി തൂത്ത് വരട്ടി വരാം. ഞാൻ തൂത്ത് വരാൻ പോവാണ് കേട്ടോ. സോ അവിടെ സൈഡിലേക്ക് മാറിയിരുന്നോളൂ. എനിക്ക് കുറച്ചധികം ഡ്രസ്സ് വാങ്ങണം. കാരണം എൻ്റെ ഡ്രസ്സില്ല ഗൈസ്. എൻ്റെ ഭർത്താവ് എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരുന്നില്ല ഗൈസ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറേ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നാണൊന്ന് കംഫർട്ടബിളി ഒന്ന് ഇറങ്ങാമെന്നൊന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ലുലുവിൽ അങ്ങനത്തെ ഫീഡിങ് ഓപ്ഷൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് 2 ഡ്രസ്സസ് ഞാൻ എടുത്തു. എനിക്ക് ഓപ്പൺ ടൈപ്പ് ആകുമ്പോൾ ഫീഡ് ചെയ്യാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു, കുഞ്ഞിനുള്ളത് എടുത്തു കഴിഞ്ഞു. അങ്ങനെ എനിക്ക് എടുക്കാനായിട്ട് പോകുമ്പോഴാണ് കുഞ്ഞ് കരഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായി, ഫീഡിങ് റൂമിലേക്ക് അമ്മയും കുഞ്ഞും കൂടി പോയി. ഇപ്പോൾ ഇതാ കുട്ടിയുടെ ബാഗും തൂക്കി ഞാനിങ്ങനെ ജെൻ സെക്ഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിടയ്ക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫീഡിങ് കഴിഞ്ഞോ ഇല്ലോ നോക്കണമല്ലോ, അങ്ങനത്തെ കാര്യത്തിനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ വരാം. ഓക്കെ, ബൈ. അങ്ങനെ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോയി. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. നല്ല കരച്ചിൽ മീൻസ് നല്ല കരച്ചിലായിരുന്നു. കുറച്ച് പാലൊക്കെ കൊടുത്ത് അവളെ ഒന്ന് സെറ്റിലാക്കി. എന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ചീസ് കോൺ മോമോയും പിന്നെ ഒരു ലൈമും ഓർഡർ ചെയ്തു. ഹസ്ബൻഡ് അങ്ങനെ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡൊന്നും അധികം കഴിക്കില്ല. ലൈക്ക് ഹി വിൽ ടേസ്റ്റ് വിത്ത് മീ, ദാറ്റ്സ് ഇറ്റ്.
സോ കുഞ്ഞിൻ്റെ ഫോർമുല മിൽക്ക് ഉണ്ട്. ഞങ്ങൾ പീഡിക്ക് ആക്ച്വലി ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒപ്പം കുറച്ച് ഫോർമുലാസ് ഒക്കെ കൊടുക്കും ആസ് വി ആർ ഗോയിങ് ഔട്ട്. സോ നമുക്ക് എപ്പോഴും ഈ ഫീഡിങ് റൂംസിൽ നിന്നും അവൈലബിൾ ആവാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. ഡോക്ടറും ആക്ച്വലി അപ്രൂവ് ചെയ്താണ്. പിന്നെ നമ്മൾ നല്ല ബ്രാൻഡിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഡോക്ടറോട് സർട്ടിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ പീഡിയാട്രിഷ്യൻ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഇവിടെ പീഡിയാട്രിഷ്യനോട് ഫസ്റ്റ് നമ്മൾ ചോദിക്കും എന്ത് ബ്രാൻഡ്. ഈവൻ ബ്രാൻഡ് മാറ്റുകയാണെങ്കിൽ പോലും ഈ ഫോർമുല മിൽക്കിൻ്റെ ബ്രാൻഡ് മാറ്റുകയാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കായിരുന്നു. യാ ഡോക്ടർ വരും. സച്ച് എ നൈസ് ഗൈ. ഹോസ്പിറ്റൽ ഹബിറ്റീസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വരും. ഇതിൻ്റെ ജോ വെരി നൈസ് ഗായ്. ഭയങ്കര എന്താ പറയുന്നത്, ഇപ്പോൾ വ്ളോഗ് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പോലത്തെ പറയുന്നല്ല കേട്ടോ. ചിലവർ വിചാരിക്കും പുള്ളി ഭയങ്കര നമ്മുടെ ഫാമിലി പേഴ്സൺ ആണെന്നൊന്നുമല്ല. നല്ലൊരു പേഴ്സൺ ആണ്, നല്ലൊരു പീഡിയാട്രീഷ്യൻ ആണ്. യു നോ ഹൗ ടു ജസ്റ്റ് ബിഹേവ് ടു ദ പേരൻസ് ആസ് വെൽ ആസ് ദ ചൈൽഡ്. നല്ലൊരു കുട്ടി, നല്ലൊരു എന്താ പറയുക പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുള്ളിയുടെ കുറിച്ച് പറയാൻ തന്നെ ഈ വ്ളോഗിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഇനീഷ്യേഷൻ എടുക്കുന്നത്. നല്ലൊരു പേഴ്സണാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ലുലുന്ന് ഇറങ്ങുമ്പോഴേക്കും കുഞ്ഞാകെ എക്സോസ്റ്റ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്കും പിന്നീട് അങ്ങ് എവിടെയും പോകണം എന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ I hope you all enjoyed and stay tuned for our next video. Bye.